അവനു വേണ്ടി ഇരക്കും. എന്നിട്ടും എനിക്കത് വിട്ടു തന്നില്ലെങ്കിൽ ഞാൻ ഇറങ്ങുക സർ. ഗ്ലോറിക്ക് നല്ല ജീവിതം പറഞ്ഞിട്ടില്ല. എന്റെ ചിന്തകളെ ഞാൻ ഒതുക്കിയിട്ട് കാര്യമില്ല. ചോര കൊണ്ട് നേടാനുള്ളത് ചോര കൊണ്ട് തന്നെ നേടണം. ദീപേ, ഞാനിവിടെ കാത്തിരിക്കുകയായിരുന്നു. എന്താ വിളിച്ചത്? വാ. ഗ്ലോറിയുടെ ബിസിനസിന്റെ കാര്യം ഞാൻ പറഞ്ഞത് ആരോടെങ്കിലും സംസാരിച്ചോ ദീപ? ഇല്ല. എന്താ? ഇവിടെ വലിയ ബഹളമായിരുന്നു. ന്യൂസ് പുറത്തു പോയതിനെ ചൊല്ലി ഏട്ടൻ എന്നെ ഒരുപാട് ചീത്ത വിളിച്ചു. ഞാൻ ആരോട് ചെന്ന് പറയാൻ? ഇപ്പൊ ഗ്ലോറി ഒതുങ്ങിക്കഴിയാണെന്ന് കരുതി എന്റെ കുടുംബവും സോഫിയുടെ കുടുംബവും ഒക്കെ സന്തോഷത്തില്ല. ഞാൻ അവരുടെ സമാധാനം കെടുത്തു. അവള് തന്നെ അഹങ്കരിച്ച് കൊട്ടിഘോഷിച്ച് നടന്നിട്ടുണ്ടാവും. അതെ, പക്ഷെ കുറ്റം മറ്റുള്ളവർക്കാ. ദേ, ഞാനിത് പറഞ്ഞെന്ന് ഒരിക്കലും ഗ്ലോറി അറിയരുത്. ഇല്ല ചേച്ചി, ചേച്ചി ധൈര്യമായിട്ടിരുന്നോ. ഞാൻ പോട്ടെ. അപ്പൊ നിനക്ക് ഇവരുമായി സൗഹൃദം ഉണ്ട്. ഈ കുട്ടി ഇപ്പൊ വന്നേ ഉള്ളൂ. മതി. എന്നെ സംബന്ധിക്കുന്ന ഒരു രഹസ്യം എങ്ങനെ പുറത്തുപോയിന്ന് പലവട്ടം ഞാൻ തിരക്കി. ഇനി എനിക്കതിന് ഉത്തരം വേണ്ട. നിൽക്ക. ഗ്ലോറിയുടെ രഹസ്യങ്ങൾ അറിയാൻ എല്ലാവരും കൂടി നിന്നെ ചുമതലപ്പെടുത്തി. അതിന്റെ അർത്ഥം എന്നോട് മത്സരിക്കാൻ വേണ്ടിയുള്ള വലുപ്പം നിനക്കുണ്ടെന്ന് അവര് വിശ്വസിക്കുന്നുവെന്ന്. നീ നിന്റെ കഴിവ് തെളിയിച്ചു. ദുബായ് കമ്പനിയിൽ ദേവ് അസോസിയേറ്റ്സിനെ കൊണ്ട് ടെൻഡർ വെപ്പിച്ചു. അതേടി, ബിസിനസിൽ ജയിക്കാൻ ചതിയാണ് മാർഗമെന്ന് എന്നെ പഠിപ്പിച്ചത് ഈ നിൽക്കുന്ന നീ തന്നെയാ. ഇനി നീ ആർക്കും ഭീഷണിയാകാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഈ ഓർഡർ നിനക്ക് കിട്ടില്ല. എന്ത് ചെയ്തും നിന്നെ ഞങ്ങൾ തോൽപ്പിച്ചിരിക്കും. കേട്ടോ, ഈ വെല്ലുവിളിക്ക് കാരണം നിങ്ങളാ. എന്താ നിങ്ങൾക്ക് പ്രതിഫലമായിട്ട് ഇവർ തന്നത്? പറ. എന്നെ ചതിക്കാൻ നിങ്ങളെപ്പോലെ ഒരു വെറും അടുക്കളക്കാരിക്ക് ധൈര്യം അല്ലേ? നിങ്ങളെ അവസാനിപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ പിന്നെ ജീവിച്ചിരിക്കുന്ന എന്തിനാ? നീ ചതിക്കുമല്ലേ? പറഞ്ഞിരുന്നില്ല ഞാൻ കൊല്ലാൻ എനിക്ക് മടിയില്ലാന്ന്. ചോദിച്ചു നോക്ക്. എനിക്ക് വന്ന ഓർഡർ ഒറ്റ കൊടുത്തത് ഇവളാ. ഇവളെ കൊല്ലല്ലാതെ പിന്നെ ഞാൻ ഇനി അവളെ തൊട്ട. ആഹാ, അപ്പോ താനും കൂടി അറിഞ്ഞുണ്ടായിരുന്നു. ശരി, ഞാൻ ഇപ്പോഴേ ഇവിടെ നിന്ന് ഇറങ്ങുക. എന്താടി നീ കാണിച്ച? സമാധാനമല്ലോ എല്ലാവർക്കും. രക്തം കുടിക്കുന്ന ജാതി അവള്. ഇനി ഞാനും എന്റെ കുടുംബമാവും അവളുടെ പ്രധാന ശത്രുക്കൾ.
എനിക്കൊരു ബിസിനസ് ഓഫർ വന്നപ്പോ രണ്ടുപേരെയും വിളിച്ച് ഞാൻ പറഞ്ഞു എനിക്ക് ആ സന്തോഷം നിങ്ങളുമായി ഷെയർ ചെയ്യാനുള്ളൂന്ന്. പക്ഷേ നിങ്ങൾ എന്നെ ചതിച്ചു. ഈ ബിസിനസ്സിൽ എനിക്ക് എന്തെങ്കിലും കോട്ടം സംഭവിച്ച കണക്ക് തീർക്കാൻ ഞാൻ ഇവിടെ നിന്നെ തുടങ്ങും. ഞാൻ പഠിപ്പിച്ച പാഠം നീ എനിക്കെതിരെ തന്നെ പ്രയോഗിച്ചു അല്ലേടി? എന്നെ പിന്തള്ളി ദേവ് അസോസിയേറ്റ്സിന് ഈ ഓർഡർ കിട്ടിയ നീ ഉറപ്പിച്ചോ ദീപ, നിനക്ക് നഷ്ടങ്ങൾ ഒരുപാടുണ്ടാവും. ചത്ത് ജീവിക്കും. ഇനി എന്റെ ആഗ്രഹങ്ങൾ നടന്നില്ലെങ്കിൽ നിന്റെ ജീവൻ കൊണ്ട് തന്നെ മറുപടി പറയേണ്ടി വരും. ഓർത്തോ?